ബ്രേക്ക് ഉണ്ട്, ഇവിടെ സ്റ്റിയറിംഗ് ഉണ്ട്. നമ്മളെ സൈക്കിൾ പോലെ തന്നെ ഇത് എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പോവാ. ഇതിലെ ഡ്രൈവറെ പിടിച്ച് ഞാൻ പുറത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് റൈഡ് പോവാണേ. ബൈ. ചേട്ടൻ തിരുവനന്തപുരത്ത് 4 മാസം ഉണ്ടായിരുന്നു. മൊത്തം ഇന്ത്യ കണ്ടതിൽ ആ 4 മാസത്തെ ഓർമ്മയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ക്യാമറ ഓൺ ആക്കിയപ്പോ ഭക്ത അപ്പോൾ നമ്മള് കൊൽക്കത്തയിലുള്ള ന്യൂ ടൗണില് ഏകദേശം ഒരു 4 ദിവസത്തോളം താമസിച്ചിട്ട് ഇപ്പോൾ ഇതാ ന്യൂ ടൗണിനോട് ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ബാക്കിൽ കാണുന്ന വിശ്വബംഗ്ല റെസ്റ്റോറൻ്റ് ഇല്ലേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഈ ന്യൂ ടൗണിൽ വന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീൽ ചെയ്ത കാര്യം പറയാം. നമ്മൾ ആദ്യം കൊൽക്കത്തയിൽ സൗത്ത് കൊൽക്കത്തയിൽ സെൻട്രലിൽ നിന്നിട്ട് സൗത്ത് ആൻഡ് സെൻട്രലായിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂ ടൗണിലേക്ക് വന്നു. പക്ഷെ ന്യൂ ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പിംഗ് സാറ്റലൈറ്റ് സിറ്റി, അതാണ് ന്യൂ ടൗൺ. ഇപ്പോൾ നമുക്കൊരു ജോലിയൊക്കെ നോക്കി ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കണ്ണടച്ച് വരാം. കാരണം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹൈടെക് സിറ്റി എന്ന് തന്നെ പറയാം. ഒരു ഏരിയ ഫുള്ള് IT സെക്ടേഴ്സാണ്. പിന്നെ ഒരുവിധ എല്ലാ വൻപൻ ഹോട്ടൽസും ഉണ്ട്. പിന്നെ ഫുഡ് ഐറ്റം A to Z ഏത് റേറ്റിലും നമുക്ക് കിട്ടും. പിന്നെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ഇപ്പോൾ ഈ കാണുന്ന മെയിൻ റോഡില്ലേ, എൻ്റെ ബാക്കിൽ കൂടെ കാണുന്ന ഈ മെയിൻ റോഡ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു സർവീസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആളുകൾക്ക് നടന്നു പോകാൻ ഒരു ലെയിൻ ഉണ്ട്, കണ്ടില്ലേ. ഇനി അതും കഴിഞ്ഞിട്ട് ഒരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്, ഒരു ഗ്രീൻ ട്രാക്ക്. ആ സൈക്കിൾ ട്രാക്കിലൂടെയാണ് നമ്മൾ രാവിലെയൊക്കെ ഫുള്ള് കറങ്ങിയത്. അപ്പോൾ ത്രൂ ഔട്ട് ന്യൂ ടൗൺ സിറ്റിയിൽ നമുക്ക് സൈക്കിളായിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു തരത്തിലുള്ള ട്രാഫിക്കും നമ്മൾ ബാധിച്ചില്ല. ഓൺലി നമ്മൾ സിഗ്നലിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ മെയിൻ റോഡിലേക്കേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ. അതല്ലെങ്കിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ കാണേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമുക്ക് വാക്സ് മ്യൂസിയം ഉണ്ട്. അത് ഭയങ്കര ഒരു വലിയ സംഭവമായിരുന്നു. പിന്നെ അതിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും ഭയങ്കര അത്ഭുതമായി തോന്നിയത് എക്കോ പാർക്കാണ്. എക്കോ പാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. പക്ഷെ അതിൽ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്തത് ഭയങ്കര രസമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിറ്റോ മോഡൽ. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഐലൻഡിൽ ഫുൾ റെസ്റ്റോറൻറ്റ്, ഐലൻഡിലേക്ക് ഫ്രീ സർവീസ് ബോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫുൾ ലൈറ്റപ്പൊക്കെ ചെയ്തുള്ള ബോട്ട് നമ്മളവിടെ കൊണ്ടിറക്കും. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഇപ്പുറത്തേക്ക് തന്നെ അവർ തന്നെ കൊണ്ടുവരും. ഈ 7 വണ്ടേഴ്സ് വെച്ച പോലെ തന്നെ ഈഫിൽ ടവർ ആ ഐലൻഡിലാണ് വെച്ചത്. എല്ലാത്തിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ ഉണ്ട്. നമ്മൾ മിസ്റ്റി ഹബിൽ ചെന്നിട്ട് അപ്പം അതും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഫുഡ് നല്ല രസമുണ്ടായി. പിന്നെ വേറെ തന്നെ ഒരു ഫീലാണ്. രാത്രിയായാലും രാവിലെ ആയാലൊക്കെ ഫുൾ ലൈറ്റപ്പൊക്കെ ചെയ്ത് സിറ്റി എന്തൊരു ഡെക്കറേറ്റീവായിട്ടാണ് വെച്ചത്. ഒരു പാർട്ട് മാത്രമല്ല, ത്രൂ ഔട്ട് ദ സിറ്റി മൊത്തം സാറ്റലൈറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് സംഭവം എന്ന് മനസ്സിലായി. ഫുൾ ലൈറ്റപ്പൊക്കെ ചെയ്ത് ഭയങ്കര അൾട്രാ മോഡേൺ ആയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്ട്രീറ്റ് വൈസ് നമ്പർ ഇട്ടിട്ടാണ്. ഏകദേശം ഒരു മാസമൊക്കെ അൺഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റൊക്കെ 15,000 റെൻ്റുള്ളൂ. പിന്നെ ഒരു അട്രാക്ഷൻ തോന്നിയത് ആ വർക്കിംഗ് ഹബ്ബാണ്. അതായത് ഹാപ്പി വർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ക്യൂട്ടായിട്ട് 3 സ്ഥലത്തുണ്ട് ഈ സാറ്റലൈറ്റ് സിറ്റിയിൽ. വളരെ എക്കണോമിക് നിരക്കിൽ 90 മിനിറ്റ്സിന് 30 രൂപയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു പ്ലേസ് കിട്ടുകയാണ് വർക്ക് ചെയ്യാൻ. ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നവർക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരാളായിട്ടൊരു മീറ്റിംഗ് ഇനി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഡിസ്കസ് ഒക്കെ ചെയ്തുകൊണ്ടേന്ന് തോന്നി എനിക്ക്. അപ്പോൾ മൊത്തത്തിൽ ന്യൂ ടൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കാണുന്നത് നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ 2 പേർക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ നിന്ന സ്ഥലം വളരെ അടുത്തായതുകൊണ്ട് സൈക്കിൾ ചെയ്ത് വരാനും ഈവനിങ്ങും ഡേ ആൻഡ് നൈറ്റ് നമുക്ക് പുറത്തിറങ്ങി ആക്റ്റീവാണ് സിറ്റി, അതാണ് രസം. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂ ടൗണിൽ നിന്ന് ഇറങ്ങുകയാണ്. കൊൽക്കത്തയോട് ബൈ ബൈ പറയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ സിലിഗുരി വഴി സിക്കിം ആണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടൊരു യാത്ര ഉണ്ട്, കുറച്ച് വലിയ യാത്രയാണ്. അപ്പം നേരെ ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ന്യൂ ടൗണിനോട് ബൈ ബൈ. നമ്മൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയാം കേട്ടോ. ഇതൊരു പുതിയ പ്രെമിസസ് ആണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വളരെ നീട്ടും വളരെ ഡീസൻറ്റ് റേറ്റും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെയുള്ള ആളുകൾ വളരെ അടിപൊളി ആളുകളായിരുന്നു, ഭയങ്കര കമ്പനിയാണ്. പിന്നെ നല്ല കോപ്പറേറ്റീവ് ആളുകളായിരുന്നു, അവരുടെ പേര് പോലെ തന്നെ. We are so glad and excited that you have chosen our place as your break journey. From here we wish you all the best for What You Think theme.
and we wish you have a pleasant journey everywhere, entire country. Wherever you travel, you should get love and happiness. ഓക്കെ, നമ്മുടെ പൊരീനെയാണ് ഇവിടെ മുറി എന്ന് പറയുന്നത് കേട്ടോ. മസാല മുറി, അതായത് മസാല ഇട്ടിട്ടുള്ള പൊരി. അപ്പം നാം കേ ഭയ്യ? ബപ്പി ഹൽദ. നല്ല പേരുകളാട്ടോ ഇവിടെ എല്ലാവരുടെ. എനിക്ക് തിരിച്ച് പ്രൊണൗൺസ് ചെയ്യാൻ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇതേ നമ്മുടെ ഗാഡി അവിടെ എനിക്ക് ലൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വെളിച്ചമില്ലാന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ വെളിച്ചൊക്കെ ഉണ്ട്. ചേട്ടാ എന്തൊക്കെയോ ഇടുണ്ട്, അത് നോക്കാം. अभी आपने क्या क्या डाला भैया? इसमें छोला है, ओके, मटर है, ओके, गाजर है, प्याज है, मिर्चे है, धनिया पत्ता है. ये एक टाइम आप ऐसा करो, मैं देखिएगा. ആ ഓക്കെ ഓക്കെ. ഇതേ നമ്മുടെ മുളപ്പിച്ച കടല, ക്യാരറ്റ്, ഉള്ളി, ഓ എല്ലാം ഉണ്ട്, പച്ചമുളക്. ഓക്കെ ഓക്കെ ഓക്കെ. ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങില്ലാത്തൊരു കറി ഇല്ല കേട്ടോ ഇവിടെ. यहाँ ये आलू है ना, ये बहुत इम्पोर्टेंट है ना आपका खाने में. पूरा खाने में बिरयानी में भी यही डालता है ना. കണ്ടോ, ഇവിടെ ബിരിയാണി നമ്മളന്ന് കഴിച്ചില്ലേ അർസലാൻ, അതിലും ഉരുളക്കിഴങ്ങാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് ഡേ ആൻഡ് നൈറ്റ് ഉരുളക്കിഴങ്ങ് ചലേഗ. നമക് ഹേ वो काला मिर्च है. ഓക്കെ, അപ്പോൾ കാല നമക്. മിർച്ച് നെഹി, മിർച്ച് എന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ്. അപ്പം ഉപ്പ് ഇടുന്നത് ഇവർ കാലൈ നമക്കാണ് ഇടുന്നത്. നമ്മളവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ സാധാ പ്ലെയിൻ വൈറ്റ് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയൊക്കെ കാലേ നമുക്കാണ്. അന്ന് മറ്റേ ജാമ്പക്ക വഴിയിൽ നിന്ന് കിട്ടിയപ്പോഴും അവർ ഇതാണ് ഇട്ട് തന്നത്. അപ്പോൾ സംഭവം ആ ചേട്ടൻ പ്രിപ്പയർ ചെയ്യേണ്ടത് 10 രൂപേൻ്റെതാണ് ഞാൻ പറഞ്ഞത്. 10, 20 എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങി കഴിക്കാം. ഇത് അപ്പുറം ഒരു ബ്രിഡ്ജ് ഉണ്ട്, കാണുന്നുണ്ടോ? ഈ ഓവർ ബ്രിഡ്ജിൻ്റെ അടി ഫുള്ളുണ്ടല്ലോ കളർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ അടി ഫുള്ള് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ യൂസ് ചെയ്യാം. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് പോയി നോക്കാം. ബൈ. പ്രപ്പോസൽ ഹേ ഗവൺമെൻറ് കാ. ഓ, അത് ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഒരിക്കൽ വരുമ്പോഴേക്കും അതൊക്കെ ഫുൾ ഓപ്പൺ ആയിരിക്കും എന്ന് ഉറപ്പാണ്. കാരണം പുതിയ പ്രപ്പോസലാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചേക്കാം. അതെ, എൻ്റെ സാധനം റെഡിയായി. ഓക്കേ, താങ്ക് യു ഭയ്യ. ഇച്ചിട്ടൊരു അഭിപ്രായം പറഞ്ഞേ. ഇത് നമ്മുടെ പൊരിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ആ, എനിക്കിഷ്ടം. എങ്ങനെയുണ്ട്? മസാലയൊക്കെ ഇട്ടുണ്ട്. കഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ? അഭിപ്രായം പറഞ്ഞേ. സബോളയുടെ ഒരു ഫ്ലേവർ ഉണ്ട്, ഉള്ളിയുടെ ഒരു ഫ്ലേവർ ഉണ്ട്, കപ്പലണ്ടി, അതൊക്കെ ഞങ്ങൾ എടുത്തു. എന്തൊക്കെ ഇട്ടെന്നൊക്കെ അറിയാം. ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഫീൽ കിട്ടുന്നത്. ശരി, രസമുണ്ടോന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ട് കഴിക്കാം. കൊള്ളാം. ഓക്കെ. അജ്മലിന് എന്താ പറയേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നെ കഴിക്കുന്ന കിട്ടിയപ്പോൾ അത് വിട്ടുപോയി എന്തോന്ന് പറയേണ്ട കാര്യം. അപ്പോൾ എന്തായാലും കൊള്ളാം എന്നാണ് പറയുക. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ട്രാഫിക് പോലീസുകൾ സമ്മതിച്ചു കേട്ടോ. ഇവിടുത്തെ മാത്രമല്ല, നമ്മൾ ബംഗാൾ കൊൽക്കട്ട പോയപ്പോഴും അല്ലേ, കൊൽക്കട്ടയിലെ ടൗണിലായാലും ഇവർ ഫുൾ ടൈം ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഭയങ്കര ട്രാഫിക്കാണ്. മറ്റേ സൗത്ത് കൊൽക്കട്ടയിൽ നമ്മൾ പോയില്ലേ, ഇത് ഫുള്ള് ഹാൻഡിൽ ചെയ്യണ്ടേ. ഇവിടുത്തെ ആൾക്കാർ എത്രത്തോളം സ്മാർട്ടാന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി നോക്കാം. ഇത് ഇലക്ട്രിക് വണ്ടിയാണ്. ഈ ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് 6 പേർക്ക് വരെ ഇവിടെ ഇരിക്കാം. ഈ ബാക്കിൽ കാണുന്ന പോലെ 6 പേർക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ 1,00,000 രൂപയാണ് ഇതിൻ്റെ ചാർജ്, ടോട്ടൽ കോസ്റ്റ്.
ഏകദേശം ഒരു 80 കിലോമീറ്ററോളം ഈ വണ്ടി പോകും. അതിനുശേഷം ഈ ബയ്യ പോയി ചാർജ് ചെയ്യും, വീട്ടിൽ പോയി ചാർജ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്നാലും അപർണ്ണ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് വണ്ടി, ഒന്ന് നോക്കി നോക്കുന്നത്. പപ്പൻ റോയ്. സോ ഇതാ നമ്മൾ പപ്പൻ റോയ് ബയ്യൻ്റെ കൂടെ ഞാൻ ഈ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അജ്മൽ വണ്ടി മുന്നിൽ എടുക്കുന്നുണ്ട്. നമ്മൾ ബംഗാൾ വിടുന്നതിന് മുമ്പ് ഈ ഇലക്ട്രിക്കൽ ഓട്ടോയിൽ കയറിയിട്ടില്ലെങ്കിൽ നഷ്ടമായി പോകും. എനിക്കിത് കണ്ടപ്പോൾ തൊട്ട് കയറണമെന്നുണ്ടായിരുന്നു. കണ്ടോ, ഫ്രണ്ടിൽ 3 ആൾക്കിരിക്കുക, എൻ്റെ ഇപ്പുറം ഒരാൾക്കിരിക്കുക, എൻ്റെ ഇപ്പുറം ഒരാൾക്കിരിക്കുക. ഇത് അജ്മൽ പറഞ്ഞ പോലെ തന്നെ ഓട്ടോൻ്റെ വില 1 lakh ആണ്. 80 കിലോമീറ്റർ വരെ ഒരു ചാർജിൽ പോകും, അതായത് എൻ്റെ സൈക്കിൾ പോലെ കേട്ടോ. പിന്നെ ചാർജ് ചെയ്യണം. അപ്പോൾ രാത്രി പോയിട്ട് ആൾ ചാർജിലിടും, രാവിലെ എടുത്തിട്ട് വരും. പിന്നെ 6 മാസം കൂടുമ്പോൾ ബാറ്ററി മാറ്റണം എന്നാണ് പറഞ്ഞത്. ദേ നമ്മുടെ ഗാഡി മുന്നേ പോകുന്നുണ്ട്. നമ്മളുടെ വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്തു. എവിടെയാണെന്നറിയോ, ഇതാണ് ബാറ്ററി. ഇത് 6 month പറയുന്നുണ്ടെങ്കിൽ 6 monthിൽ കൂടുതൽ പോവാം. है ना भैया, 6 महीने बोलता है पर उसके भी ज्यादा जा सकता है. और इसके अंदर क्या है, वो भी है, 2 है, इसमें 2 है, 4 है, टोटल 4 है. राइट, അവിടെ 2 കണ്ടോ, ഇതിൻ്റെ അകത്ത് 2 ബാറ്ററി. ഈ ഹൈവേൻ്റെ ഇങ്ങനത്തെ കുറേ തോപ്പുകളുണ്ട്. ഇത് പക്ഷേ ഫസ്റ്റ് ആയിട്ട് കാണാതാ, ഇതുമ്മിലൊക്കെ മാങ്ങയുണ്ട് കേട്ടോ. ചെറുതാണേ, വലുതായിട്ടില്ല, വലുതാവുന്നേ ഉള്ളൂ. ഓ എന്തൊരു ഭംഗിയാലേ. അപ്പം നമ്മൾ സിലിഗുരിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നാഷണൽ ഹൈവേൻ്റെ സൈഡിൽ തന്നെ ഈ മാന്തോപ്പ് കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ. ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് നിർത്തിയതാണ് ഈ സ്ഥലത്ത്. അവിടെ കുറേ ചേച്ചിമാരെ കണ്ടോ എൻ്റെ ബാക്കിൽ. ഈ ചേച്ചിമാരൊക്കെ നമ്മളെ കണ്ടിട്ട് വന്ന് സംസാരിച്ചതാണ്. അവർ ബംഗാളിലാണ് സംസാരിച്ചത്, ബംഗാളിയിൽ. നമ്മൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. പക്ഷെ അതിൽ കുറച്ച് പേർക്ക് ഹിന്ദി അറിയാം, കാരണം അവർ ഹിന്ദി ഫിലിംസ് കാണുന്നുണ്ട്. പക്ഷെ പറയാനറിയില്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൂടുതൽ ആക്ഷൻ സോങ്സാണ് വർക്ക് ചെയ്തത്. അവരുടെ മെയിൻലി ഈ താറാവിൻ്റെ മുട്ട വിൽക്കുകയാണ്. പിന്നെ ഈ പശുക്കളിൽ, ഇതൊക്കെ അവരുടെ പശുക്കളാണ്. അവർ പാലും വിറ്റാണ് ജീവിക്കുന്നത്. ഇതിലൊരാളുടെ ഹസ്ബൻഡ് നമ്മുടെ കേരളത്തിലുണ്ട്. ബംഗാളി ബായ് ഏതോ സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുന്നു വിചാരിക്കുന്നുണ്ട്. മാങ്ങ കണ്ടോ, ഈ മാങ്ങയൊക്കെ 1 മാസത്തിനുള്ളിൽ പറിക്കും. കണ്ടില്ലേ, കൈയെത്തും ദൂരത്താ മാങ്ങ. ഇതാ അജ്മൽ ചായ കുടിക്കുന്നു. നന്നായി ഉണ്ടാക്കിയോ? സ്വന്തം ഉണ്ടാക്കിയിട്ട് സ്വന്തം പ്രശംസിക്കുന്നു. എൻ്റെ ചായ റെഡി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്ര വരെ വിശേഷങ്ങളുള്ളൂ. ഇനി യാത്ര അവസാനിക്കുന്നില്ല, നമ്മുടെ ലോങ് ഡ്രൈവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.